എല്ലാവർക്കും ട്രാവൽ വൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കോട്ടയം ജില്ലയിൽ എത്തിയിട്ട് ഫാമിലിയുമായിട്ടൊക്കെ വൺ ഡേ ഔട്ടിങ്ങിന് പോകാൻ പറ്റിയ ഒരു സ്ഥലം തപ്പി നടക്കുവാണെങ്കിൽ വേറെ എങ്ങും പോകണ്ട, നേരെ പാലായിക്കരി അക്വ ഫിഷ് ഫാമിലേക്ക് പോയാൽ മതി. വേമ്പനാട്ടുകായലിലെ ഗംഭീര വൈബും മീൻചാട്ടവും ചൂണ്ടിയിടലും ചിൽഡ്രൻസ് പാർക്കും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് പാലായിക്കരി നിങ്ങൾക്കൊരു വെറൈറ്റി ഔട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള പാലായിക്കരി അക്വ ഫിഷ് ഫാമിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാലായിക്കരി ഫിഷ് ഫാമിലേക്ക് എത്താൻ വൈക്കം എറണാകുളം റൂട്ടിലെ കാട്ടിക്കുന്ന് എന്ന സ്ഥലത്താണ് എത്തേണ്ടത്. വൈക്കത്തു നിന്നും 10 കിലോമീറ്റർ ദൂരമുണ്ട് കാട്ടിക്കുന്നിലേക്ക്. കാട്ടിക്കുന്ന് ജംഗ്ഷനിൽ ബസ് ഇറങ്ങുമ്പോൾ തന്നെ പാലായിക്കരി ഫിഷ് ഫാമിന്റെ ബോർഡ് കാണാവുന്നതാണ്. ഈ ബോർഡ് വെച്ചിരിക്കുന്ന ചെറിയ വഴിയിലൂടെ ഒരു 300 മീറ്റർ നടന്നാൽ പാലായിക്കരി ഫിഷ് ഫാമിൽ എത്താൻ സാധിക്കും. രാവിലെ 10 മണി മുതൽ 6 മണി വരെ ഫിഷ് ഫാമിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. 150 രൂപ എൻട്രി ചാർജും 150 രൂപ ഫുഡിനോടക്കം ടോട്ടൽ 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഉച്ച കഴിഞ്ഞ് വന്നാൽ ഫുഡിന്റെ പൈസ നൈസായിട്ട് അങ്ങ് ഒഴിവായി കിട്ടും. പെഡൽ ബോട്ടിങ്ങും ചൂണ്ടയിടലും എല്ലാം അടക്കമാണ് 150 രൂപ എൻട്രി ചാർജായിട്ട് ഈടാക്കുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ മീൻ കൂട്ടിയുള്ള ഉച്ചയൂണും ഐസ്ക്രീമും പിന്നെ ഒരു ചായ അടക്കമാണ് 150 രൂപ ഈടാക്കുന്നത്. ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ സേഫ്റ്റി മെഷേഴ്സിനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. കുത്തിമറിഞ്ഞ് വെള്ളത്തിലെങ്ങാനും പോയാൽ ഫാം ഉത്തരവാദിയല്ല എന്നുള്ളതാണ് സാരാംശം. അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് സേഫായിട്ട് കാഴ്ചകൾ ആസ്വദിക്കുന്നതാണ് നല്ലത്. ഈ അക്വ ഫിഷ് ഫാമിന്റെ മുമ്പിൽ തന്നെ ഒരു മെർമെയ്ഡിന്റെ സ്റ്റാച്ചു ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു കാഴ്ചയായിരുന്നു. ഇവിടെ എത്തുന്ന എല്ലാവരും ഈ മെർമെയ്ഡിന്റെ ഭംഗി ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പോകുന്ന നടപ്പുവഴിയുടെ ഒരു സൈഡിൽ വേമ്പനാട്ടുകായലും മറ്റേ സൈഡിൽ പാലായിക്കാരിയുടെ മീൻകളും ഒക്കെയാണ് കാണാൻ കഴിയുക. നല്ല ഭംഗിയുള്ള ആംബിയൻസ് ആണ് ഇവിടുത്തെ പ്രത്യേകത. കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തറയോട് ഭാഗ്യ ഒരു വഴിയിലെത്തും. ഇവിടെ വരെ മാത്രമേ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനായിട്ട് ചെറിയൊരു മണ്ഡപമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്നുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് ചാർജ് ഒന്നും ഇവിടെ കൊടുക്കേണ്ടതായിട്ടില്ല. ഇവിടെ നീ തറയോട് പതിച്ച വഴിയിലൂടെ എത്ര വെയിലത്ത് നടന്നാലും ഒരു മടുപ്പും തോന്നത്തില്ല. കാരണം 2 സൈഡിൽ ഇഷ്ടം പോലെ തെങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം തണലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വേമ്പനാട്ടുകായലിലെ നല്ല തണുത്ത കാറ്റും കൂടെ കിട്ടുമ്പോൾ ഈ നടപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നൽകുന്നത്. ഈ പോകുന്ന വഴിയിൽ ഒരു വ്യൂഡെക്കൊക്കെ ഉണ്ട്. 3 നിലയുള്ള ഈ വ്യൂഡെക്കിന്റെ മുകളിൽ കയറി കായലിന്റെയും പാലാക്കാരി ഫിഷ് ഫാമിന്റെയും ഒക്കെ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. വലിയ തിരക്കില്ലാത്ത ഇടദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രിയപ്പെട്ടവരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാനും കായൽ സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ ഒരു കിടിലൻ പ്ലേസ് തന്നെയാണ് ഈ വ്യൂഡെക്ക്. ഈ വ്യൂഡെക്കിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയും കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇത്ര മനോഹരമായി ഈ സ്ഥലവും വൈബും ഒക്കെ കോട്ടയത്തുള്ളവർ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കറക്റ്റ് വേസ്റ്റ് ബിന്നുകളിൽ തന്നെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരിസരവും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ടോയ്ലറ്റുകളും ഈ പോകുന്ന വഴിയിൽ കൊടുത്തിട്ടുണ്ട്. പോകുന്ന വഴിയിലെല്ലാം ഇതേപോലെ കായലിനോട് ചേർന്ന് ഇഷ്ടം പോലെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിച്ചിരിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ സ്പോട്ടുകളും ഉണ്ട്. എറണാകുളത്ത് നിന്ന് 23 കിലോമീറ്റർ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫിഷ് ഫാം എറണാകുളം യാത്രയിലും വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ പോകുന്ന വഴിയിൽ കായലിനോട് ചേർന്ന് ഇതേപോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സ്പോട്ടുകൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും വേമ്പനാട്ടുകായലിലൂടെ പോകുന്ന ക്ലിയോപാട്ര എന്ന ചെറിയൊരു നൗകയും ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇതേപോലെ ഒരുപാട് ബോട്ടുകളും ചെറിയ ഷിപ്പുകളും ഒക്കെ ഈ അക്വ ഫാമിൽ നിന്നാൽ കാണാൻ കഴിയും. കായൽ കാഴ്ചയെ കണ്ട് ഒരു 400 മീറ്റർ എൻട്രി പോയിന്റിൽ നടന്നാൽ പാലാക്കാരിയുടെ ആക്ടിവിറ്റി സെന്ററിലെത്തും. ഇവിടെ കുട്ടികളെ ആകർഷിക്കുന്നതിനുള്ള ചില ഗിമ്മിക്കുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു കെട്ടുവളവും കാണാൻ കഴിയും. എന്നാൽ ഇത് ലോക്കായിരുന്നു. ഇതിൻ്റെ അകത്തൊന്നും കയറാൻ കഴിയില്ല. എന്നാലും പുറത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ കാഴ്ചയും ഗംഭീരമായിരുന്നു. ഈ കെട്ടുവളത്തിന്റെ അടുത്തായിട്ട് തന്നെ ഫിഷ് ഫാമിംഗ് ഏരിയയും കാണാവുന്നതാണ്. കായലിന്റെ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് വലയൊക്കെ ഇട്ട് മീൻ വളർത്തുന്ന ഇതിന്റെ നടുവിലൂടെയൊക്കെ കയറി നമുക്ക് നടക്കാവുന്നതാണ്. ഈ കുളത്തിൽ നിന്ന് പിടിക്കുന്ന മീനാണ് ഉച്ചക്കത്തെ ഊണിന് ഫ്രഷ് ആയിട്ട് വറുത്തും കറി വെച്ചും ഒക്കെ നമുക്ക് നൽകുന്നത്. പേൾ സ്പോട്ട്, മിൽക്ക് ഫിഷ്, നോർത്തേൺ റെഡ് സ്നാപ്പർ, ബ്ലൂഫിൻ ട്രവലി, തിലാപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളെയൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. മത്സ്യകൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങൾ നമുക്ക് ഫാം ഗൈഡിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ ഈടാക്കുമെന്നുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് ബിന്നുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മദ്യപാനവും പുകയിലയും ഒന്നും ഇവിടെ അലൗഡ് അല്ല. ഒരു കുപ്പിയുമായിട്ടൊക്കെ വരുന്നവർ വണ്ടിയിൽ വെച്ചിട്ട് വരണമെന്ന് സാരം.
ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി പെഡൽ ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ഒക്കെയാണ്. നമ്മൾ നേരത്തെ എടുത്ത എൻട്രി ഫീയിൽ ഉൾപ്പെടുന്നതാണിത്. ലൈഫ് ജാക്കറ്റൊക്കെ ഈ ബോട്ടിംഗ് പോയിന്റിൽ വെച്ചിട്ടുണ്ട്. ഈ ജാക്കറ്റൊക്കെ ഇവിടുന്ന് എടുത്ത് ബോട്ടിങ്ങിന് പോകാവുന്നതാണ്. ശാന്തമായ ജലാശയം ആയതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിന് പോകാൻ വലിയ പേടിയുടെ ഒന്നും ആവശ്യമില്ല. സ്വന്തമായി ബോട്ടും കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈവസിയും സന്തോഷവും ഒക്കെ കിട്ടും. ബോട്ടിംഗ് ചെയ്യാൻ വരുമ്പോൾ 3-4 പേരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. എങ്കിലേ ബോട്ടിങ്ങിന്റെ ആ വൈബ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനിയിപ്പം ബോട്ടിംഗ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും സമാധാനപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതേപോലെ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഈ കായൽക്കരയിൽ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കായൽക്കാറ്റേറ്റിരിക്കാനും കാഴ്ചകൾ കാണാനും ഇതിനും നല്ല സ്പോട്ട് ഇവിടെ എങ്ങുമില്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇരുന്നാൽ അകലെ ബോട്ടിംഗ് ചെയ്യുന്നവരുടെ കാഴ്ചയൊക്കെ കാണാൻ കഴിയും. മുതിർന്നവർ ബോട്ടിംഗ് ചെയ്യുമ്പോഴോ സംസാരിച്ചിരിക്കുമ്പോഴോ ഒക്കെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഈ ബോട്ടിംഗ് പോയിന്റ് അടുത്ത് തന്നെയുണ്ട്. ഒരുപാട് വലിയ സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും കൊച്ചു കുട്ടികൾക്ക് ഒരല്പം ഫൺ നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ആക്ടിവിറ്റി സോണിലെ വേറൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ചൂണ്ടയിടലാണ്. ഇവിടെ ഇഷ്ടം പോലെ ചൂണ്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ചൂണ്ട എടുത്തുകൊണ്ട് പോയിട്ട് കായലിൽ പോയി മീൻ പിടിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് വല്ല മീനിനെ പിടിച്ച് കിട്ടിയാൽ അത് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർ പൊരിച്ചു തരുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഈ കായലിന്റെ സൈഡിൽ തന്നെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഇത് പ്രവർത്തിക്കുന്നതൊന്നുമല്ല, എന്നാൽ ഇതിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്ന് കായൽ കാഴ്ചകൾ ആസ്വദിക്കുകയും സൊറ പറയുകയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് ഫിഷ് ഫാമിന്റെ വക ഊണൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. നമ്മൾ എൻട്രി സമയത്ത് എടുത്ത് ടിക്കറ്റ് കാണിച്ച് ഇവിടെ നിന്നും ഫുഡ് കഴിക്കാവുന്നതാണ്. 11:30 മുതൽ 2:30 വരെയാണ് ഇവിടുത്തെ ലഞ്ച് ടൈം. കക്കയും ചെമ്മീനും ഞണ്ടുമൊക്കെ സ്പെഷ്യൽ റേറ്റ് കൊടുത്ത് വേണമെങ്കിൽ എക്സ്ട്രാ ആയി നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ്. ചോറും മീൻകറിയും മീൻ വറുത്തതും എല്ലാം എൻട്രി ടിക്കറ്റിന്റെ കൂപ്പണിൽ വരുന്നതാണ്. നല്ല രുചികരമായ ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ട് വേറെ സ്പെഷ്യൽ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സ് നിറഞ്ഞ് കഴിച്ചിട്ട് പോരാവുന്നതാണ്. ഊണിന് ശേഷം പുറത്തെ കൗണ്ടറിൽ നിന്നും ഐസ്ക്രീമും വാങ്ങി കഴിക്കാവുന്നതാണ്. ഇത് എൻട്രി കൂപ്പണിൽ വരുന്നതാണ്. ഉച്ചകഴിഞ്ഞ് കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചായയും ഈ എൻട്രി പാക്കേജിൽ ഉള്ളതാണ്. നല്ല ആതിഥേയത്വവും ഭക്ഷണവും കായൽ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ ഹരിത വിനോദ കേന്ദ്രം നമ്മുടെ മനസ്സിൽ ഹാപ്പിനെസ് നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ടൺ കണക്കിന് ഫണ്ട് നൽകുന്ന വാട്ടർ പാർക്കുകളുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. എന്നാൽ നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ബോട്ടിംഗ് ഒക്കെ നടത്തി ചൂണ്ടയിട്ട് മീൻ പിടിച്ച് പകരം വെക്കാനില്ലാത്ത വേമ്പനാട്ടുകായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം പ്രിയപ്പെട്ടവരുമായി സ്പെൻഡ് ചെയ്യാൻ ഒരു വെറൈറ്റി ഔട്ടിംഗ് സ്പോട്ട് തന്നെയാണ് പാലാക്കാരി അക്വാ ഫിഷ് ഫാം എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.